ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു KS. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാറ്ററാക്റ്റിനെ കുറിച്ചാണ്. കാറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ ലെൻസിൻ്റെ ട്രാൻസ്പാരൻസി നഷ്ടമാകുന്ന കണ്ടീഷനാണ്. ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏജ് കൂടുന്തോറും കണ്ണിൻ്റെ ലെൻസിൻ്റെ ട്രാൻസ്പാരൻസി നഷ്ടമാകും. കൂടാതെ ഡയബറ്റീസ് പോലെയുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിൽ ട്രാൻസ്പാരൻസി നഷ്ടപ്പെടും. കണ്ണിന് എന്തെങ്കിലും ആഘാതം പറ്റിയാലും ഇത് വരാൻ സാധ്യത, കാറ്ററാക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എല്ലാവരുടെയും സംശയമാണ് ഈ കാറ്ററാക്റ്റ് മുതിർന്ന ആളുകളിൽ മാത്രമാണ് വരുന്നതല്ല, കുട്ടികളിലും കാറ്ററാക്റ്റ് വരും. ഇതിനെ കൺജനൈറ്റൽ കാറ്ററാക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ സംഭവിക്കുന്നതിലൂടെ, അതായത് ടോർച്ച് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബെല്ല, ടോക്സോപ്ലാസ്മ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് കുട്ടിയിൽ ജനിക്കുന്ന സമയത്ത് കാറ്ററാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാറ്ററാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് പേഷ്യൻസിന് ഉണ്ടാകുന്ന സിംറ്റംസ് എന്താണ്? പേഷ്യൻ്റ് കൂടുതലും മഞ്ഞ് മൂടിയ പോലെ കാണപ്പെടുന്നു, അതായത് പേഷ്യൻറ്റിന് മഞ്ഞ് മൂടിയ പോലെ കാണുന്നു എന്ന് പറയും. അതുകൂടാണ്ട് കാഴ്ച പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഒരു ഒപ്താൽമോളജിസ്റ്റിനെ കണ്ട് ഗ്ലാസ് വെച്ചാലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള കാഴ്ചശക്തി തിരിച്ചു കിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴാണ്, സ്ട്രിറ്റ് ലാമ്പ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കാറ്ററാക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. കാറ്ററാക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? കാറ്ററാക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിൻ്റെ വിഷൻ 6/18 താഴേക്ക് ആണെങ്കിൽ മാത്രമേ കാറ്ററാക്റ്റ് സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് പേഷ്യൻ്റ് ഗ്ലാസ് ഉപയോഗിച്ചതിന് ശേഷം കാറ്ററാക്റ്റ്, അതായത് വിഷൻ 6/18 മുകളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ സർജറി ആവശ്യമില്ല. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കാറ്ററാക്റ്റ് സർജറി ചെയ്യണം. ഏതൊക്കെ ടൈപ്പ് കാറ്ററാക്റ്റ് സർജറി ചെയ്യാം? SICS, സ്മോൾ ഇൻസിഷൻ കാറ്ററാക്റ്റ് സർജറി ചെയ്യാറുണ്ട്. അതുകൂടാതെ ഫാക്കോമെൽസിഫിക്കേഷൻ, ഫെംഡോ ലേസർ, ഫെംഡോ അസിസ്റ്റഡ് കാറ്ററാക്റ്റ് സർജറി, ഇങ്ങനെ 3 ടൈപ്പ് തരത്തിൽ പ്രധാനപ്പെട്ട ഈ 3 തരം കാറ്ററാക്റ്റ് സർജറീസാണ് നമ്മൾ ചെയ്യുന്നത്.